ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ വളരെയധികം വോയിസുകൾ കേൾക്കാം. ഞാൻ ഈ ട്രാവലിങ്ങിൻ്റെ ഇടയിലാണ് വോയിസ് ഓവർ കൊടുക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ. സോ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കറൻ്റ്ലി വിശേഷങ്ങളൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടും എൻ്റെ കസിൻ്റെ കല്യാണമാണ് ഗൈസ്. സനമോൾ എന്നാണ് ഞാൻ വിളിക്കുക, സനമോളേന്ന് ഞാൻ വിളിക്കുക. അവളുടെ പേര് അൻഷിന എന്നാണ്. ആദ്യത്തെ ദിവസം തന്നെ അവരുടെ ബ്രൈഡ് ടു ബി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ഷോർട്ട് വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം രണ്ടാമത്തെ ദിവസം അറബിക് നൈറ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുവാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസത്തിലുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഇവരെ കല്യാണം ഏകദേശം ഉറപ്പിച്ചിട്ട് ഒരു 3 കൊല്ലമായി. അപ്പോൾ അങ്ങനെ അറബിക് നൈറ്റ് ഇതെല്ലാവരും അബായൊക്കെ മാറ്റിയിട്ട് വന്നിക്കാണ്. ഞാൻ വീണ്ടും പറയണം ഗൈസ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ബിക്കോസ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കുന്ന കോളേജിൽ പ്രോഗ്രാമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു ട്രിപ്പ് 3 ദിവസത്തെ പ്രോഗ്രാം കോളേജിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അറിബറിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. പറയാത്തതിന് ചെറിയൊരു പനി, ജലദോഷം എല്ലാം ഉണ്ട്. എൻ്റെ വോയിസ് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. Day 1, Day 2, Day 3 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവർ കല്യാണം ഏകദേശം ഉറപ്പിച്ചിട്ട് 3 ഇയറൊക്കെ ആയിട്ടാണ്. എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ വേണം കൊടുക്കാനിട്ടാ. അങ്ങനെ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ വരത്തുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്തൊന്നും കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ബ്രൈഡിൻ്റെ പേര് അൻഷിന എന്നും ഗ്രൂമിൻ്റെ പേര് അജ്മൽ എന്നാണ് കേട്ടോ. അങ്ങനെ Day 3 ആയിട്ടുണ്ട്. Day 3 ഗുലാബി നൈറ്റാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ടൈമിലൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുള്ള പരിപാടികളൊക്കെയാണ്. പിന്നെ ആരുമില്ല, നമ്മൾ ഒരു കുറച്ച് കസിൻസിന് വേണ്ടിയിട്ട് ഒരു വെറുതെ ജസ്റ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള കുറച്ച് പരിപാടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൈമുള്ള റിങ് മിൽക്കിൽക്ക് ഇട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ അത് അവളോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അങ്ങനത്തെ ഒക്കെ ചെറിയ നമുക്കൊരു സന്തോഷത്തിന് നമ്മുടെ കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കണമല്ലോ എന്നുള്ളൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അവരുടെ കല്യാണം കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടികളാണ് കേട്ടോ അതൊക്കെ. ഗൈസ്, സനമോള് പോണതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടോ? ശരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ സന്തോഷമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. കല്യാണം പരിപാടികളിൽ നിന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. സന്തോഷമായിരുന്നു. അവളെ കല്യാണം കഴിഞ്ഞ് പോകാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണല്ലോ. പിന്നെ ഫൈനലായിട്ട് എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ Day 3 കഴിഞ്ഞു. Day 4 അരിക്കൂത്ത് കല്യാണമാണ് നമ്മൾ ഇതാക്കിയത്. ബട്ട് അരിക്കൂത്തിൻ്റെ മാതിരി ആ ഒരു കോസ്റ്റ്യൂം ഒന്നുമില്ല. നമ്മളൊരു ഓൾഡ് സാരി ഫോട്ടോഷൂട്ട് അത്ര ഉദ്ദേശിച്ചുള്ളൂ. ഇത് അവളുടെ ഉമ്മാൻ്റെ കല്യാണത്തിൻ്റെ സാരി അവളെടുത്താണ് കേട്ടോ. പിന്നെ അവളെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മൾ ഭയങ്കര ക്ലോസ് ആണ്. എനിക്ക് അവളെ കല്യാണം എന്ന് പറയുമ്പോൾ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അവളിനെ അജുവിൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുത്തപ്പം ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ പോട്ടെ. ഇപ്പം എന്തായാലും അവർക്ക് നല്ലൊരു ലൈഫൊക്കെ കിട്ടട്ടെ. അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരുടെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തണം. പിന്നെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈഡിന് മെഹന്തി ഇട്ട് കൊടുക്കൽ. അതൊന്നും ആ സാരി എടുത്തതിൽ തന്നെ മെഹന്തി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ തലേ ദിവസം, അതിന് മുന്നേ കാലത്ത് നിക്കാഹ്, പിന്നെ തലേ ദിവസം, പിന്നെ വെഡിങ്, പിന്നെ അടുത്ത റിസപ്ഷൻ. അങ്ങനെയാണെന്ന് പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടും. പിന്നെ ഇതാരാന്ന് ഞാൻ പറയാൻ മറന്നു. എൻ്റെ ഉപ്പാടെ പെങ്ങളുടെ മോളാണ് കേട്ടോ. രണ്ടാമത്തെ മകളുടെ, മൂത്ത മകളുടെ കല്യാണത്തിന് യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നുമില്ല. ഇത് രണ്ടാമത്തെ മോളാണ്. ഇനി ഒരു പെൺകുച്ചും കൂടിയുണ്ട്. 3 പെൺപിള്ളേരാണ്. 2 പേരെ കല്യാണം കഴിഞ്ഞു. എൻ്റെ ഉപ്പാക്ക് കുറച്ച് പെങ്ങളേ ഉള്ളൂ കേട്ടോ. പിന്നെ തലേ ദിവസം കാലത്ത് നിക്കാഹ്, പിന്നെ അന്ന് ഈവനിങ്ങിൽ ഫംഗ്ഷൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗൈസ് അവർ ഒന്നിച്ചു, അവരുടെ നിക്കാഹ് കഴിഞ്ഞു. പിന്നെ ഈ പരിപാടികളുടെ ഇടയിൽ ക്ലാസ് ഫുൾ ഹറി ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഭയങ്കര ലാഗായത്. പൊതുവേ ഞാൻ വീഡിയോയുടെ ലാഗാണ്. എന്നാൽ പോലും ക്ലാസ് എനിക്കൊരു ദിവസം പോലും ലീവില്ല. വെക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ
കല്യാണം, പിന്നെ ക്ലാസ്, പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ തിരക്ക്. ഈ ഒരു ട്രിപ്പ് 10 days നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് പറയാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ നിക്കാഹ് കഴിഞ്ഞു. അന്ന് ഈവനിങ്ങിൽ വീട്ടിൽ വെച്ചിട്ടുള്ള ഫംഗ്ഷനായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ കൂടെ നിൽക്കുന്ന സാറ് ഡോക്ടറാണ് കേട്ടോ. അവൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേഴ്സാണ്. പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. സോ അവളുടെ ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ആളൊക്കെ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് തലേദിവസത്തെ കോസ്റ്റ്യൂം. തലേദിവസം വീട്ടിൽ വെച്ചതായതുകൊണ്ട് തന്നെ വലിയ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. മക്കളുടെ ഡാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അതാണ്ട് ചുരുളി വിളിച്ചിട്ട് അവിടെ ഇരിക്കണുണ്ട്. അതാ കൊച്ചിപ്പാർ 2 പേര്, പിന്നെ ഒരു അമ്മായിയുടെ, അതായത് ഇപ്പപ്പാടെ പെങ്ങളുടെ മകന്, ഇപ്പ, പിന്നെ റിച്ച് താത്താള, അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട്. ഈ സമയത്താണ് കേട്ടോ നമുക്ക് നമ്മുടെ കൊച്ചിപ്പാനെ നന്നായി മിസ് ചെയ്ത്. ബിക്കോസ് കൊച്ചിപ്പ ഒരു 6-10 വർഷമായിട്ട് കൊച്ചിപ്പ നാട്ടിൽ തന്നെയാണ്. അതിന് മുന്നേ ഇരുന്ന് ഗൾഫിലും. ഒരു 10 വർഷമായിട്ട് കൊച്ചിപ്പ നാട്ടിലായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒക്കേഷനൊക്കെ കൊച്ചിപ്പാനെ നന്നായിട്ട് മിസ് ചെയ്യും. കാരണം എല്ലാ പരിപാടിക്കും കൊച്ചിപ്പയാണ് ഫുൾ പരിപാടി ഓണാക്കുക, വൈബാക്കുക കൊച്ചിപ്പയാണ് കേട്ടോ. വേറെയുള്ള എല്ലാവരെക്കാളും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഒരാൾ കൊച്ചിപ്പയാണ്. സോ കൊച്ചിപ്പാനെ നന്നായിട്ട് മിസ് ചെയ്ത് കല്യാണത്തിന്. ഒരു പരിപാടി ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഉറക്കെ കൈയൊട്ടുക, പാടുക, വർത്താനം പറയുക, അതിനൊക്കെ നമ്മളെപ്പോഴും നമ്മളെ കൊച്ചിപ്പാടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ കൊച്ചിപ്പാനെ നമ്മൾ ഇടയിൽ നിർത്തിയിട്ട്, ഇവരൊക്കെയാണ് നമ്മുടെ ബ്രദേഴ്സ് വരുന്നത്. എൻ്റെ അപ്പയാണ് റെഡ് കളർ ഷർട്ട് ഇട്ടതും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊച്ചിപ്പാനും കൂടെ ഒന്ന് നിർത്തിയാട്ടാ. പിന്നെ ഇതാ ബ്രൈഡിൻ്റെ അനിയത്തിയാണ്. ബ്രൈഡിൻ്റെ അനിയത്തി, എൻ്റെ അനിയത്തി, പിന്നെ എൻ്റെ കസിൻ്റെ അനിയത്തി, ഇവർ 3 പേരും കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു ഡാൻസ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫൈനലി നമ്മുടെ വെഡ്ഡിങ് ഡേയുടെ അന്നാണ്. വെഡ്ഡിങ് ഡേയുടെ അന്നെന്ന് പറയുമ്പോൾ ഞാനൊക്കെ രാത്രിയിൽ കിടക്കാൻ നല്ല ലേറ്റായി. പിന്നെ കാലത്ത് എണീച്ച് വന്നപ്പോൾ തന്നെ ബ്രൈഡിൻ്റെ ഒരുവിധം മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. ഇതാണ് എൻ്റെ ഇപ്പപ്പ, അപ്പുറത്ത് നിൽക്കണ യെല്ലോ സാരി എൻ്റെ അമ്മമ്മ. പിന്നെ ബ്രൈഡ് ഇതാ ഏകദേശം നമ്മളൊരു ടൈം ആയപ്പോഴത്തേനും നമ്മൾ ഇറങ്ങി ഓഡിറ്റോറിയത്തിലെത്തി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും ഫാമിലി ഫോട്ടോ എടുത്തു. പിന്നെ ആരും കിട്ടൂല എന്നറിയാം. എല്ലാവരും ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത്. ഇത് ഞങ്ങൾ കസിൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഫാമിലി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത്. പിന്നെ എല്ലാ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മുടെ പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒറിജിനൽ വോയിസ് കൊടുത്താൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് നമ്മൾ വോയിസ് മ്യൂട്ട് ചെയ്ത് കൊടുത്താണ്. അവർ കല്യാണത്തിന് ഒരു 1 വീക്ക് മുന്നേ അവിടെ ഇരുന്ന് എന്നിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ പഠിച്ചതായിരുന്നു കേട്ടോ അവർ. ദെൻ നമ്മുടെ ഗ്രൂം എത്തി. ഗ്രൂമിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ കയ്യിലും ഒരു റോസൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ബ്രൈഡിന് ഗ്രൂമിൻ്റെ വീടിന് അത്യാവശ്യം നല്ല ലോങ്ങാണ്. ബ്രൈഡിൻ്റെ വീട് പെരിന്തൽമണ്ണ, ഗ്രൂമിൻ്റെ വീട് എടപ്പാൾ ഭാഗത്താണ് കേട്ടോ. പിന്നെ ഇവരുടെ ഒരു ലവ് മാരേജ് ആണ് ഗൈസ്, അത് വേറെ കാര്യം.
അങ്ങനെ ഗ്രൂമിൻ്റെ എൻട്രി ആയിരുന്നു. ശേഷം നമ്മൾ വീണ്ടും ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈ ഒരു സമയമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറായിരുന്നു. കാരണം സംഭവം നല്ല സന്തോഷമുള്ള ഒരു മൊമെൻ്റൊക്കെ തന്നെയാണ്. സ്റ്റിൽ എനിക്കെന്തോ എന്താ അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ എനിക്ക് ഇവിടെ നിന്നൊന്നും വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം പോകുമ്പോൾ ഞാൻ ടാറ്റയൊക്കെ കൊടുത്തു. കാരണം ഞാനും അവളുടെ കൂടെ അജുവിൻ്റെ വീട്ടിലേക്ക് പോകണ്ടല്ലോ. സോ എനിക്ക് അപ്പോഴൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ബ്രൈഡിനും വലിയ പ്രശ്നമൊന്നുമില്ല. അവൾക്ക് ഇങ്ങനെ പോവാണ് എന്നുള്ള സങ്കടവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. ബ്രൈഡിൻ്റെ അനിയത്തി നല്ല കരച്ചിൽ കറിയുന്നുണ്ട്. അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവൾ ഒരുപാട് നേരം ഇരുന്ന് കറിയുന്നുണ്ട്. അവളുടെ പേര് ഫെബിന എന്ന് ഞങ്ങൾ ബിനിമോളെ എന്ന് വിളിക്കുക. അപ്പോൾ ബിനിമോൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഈ ടൈമിലും കൊച്ചിപ്പോൾ വീണ്ടും വീഡിയോ കോൾ വിളിച്ചു. ഇപ്പോൾ നമ്മൾ ബ്രൈഡിനെ അങ്ങോട്ട് കൊണ്ടായി കൊടുക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ബസ് ഇരുന്ന് ഡാൻസ് കളി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കൊച്ചിപ്പയും വിളിച്ചിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് കൊച്ചിപ്പ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതാണ് ഗ്രൂമിൻ്റെ പാരൻസ് കേട്ടോ. അങ്ങനെ അവളെ അവിടെ എത്തിച്ച് നമ്മൾ റിട്ടേൺ പോരാൻ നേരത്ത് അപ്പോഴാണ് ശരിക്കും ഗൈസ് എനിക്ക് നല്ല സങ്കടം വന്നത്. എന്താണാവോ, ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് സൺമോളെ ഞാൻ പോവാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു ഗൈസ്. അങ്ങനെയൊക്കെ അവളുടെ കല്യാണം അങ്ങനെ കഴിഞ്ഞ്. അങ്ങനെ ഞാൻ കയറി. ഞാൻ എന്നാൽ പോവാന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. പിന്നെ എന്താ, ഞാൻ അതിൻ്റെ വേറൊരു വീഡിയോ കൂടി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കൊടുക്കാട്ടോ. ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഫീലിങ്സ് ഉള്ളൊരു മൊമെൻ്റാണ്. എനിക്ക് എന്താണ് അപ്പം ഉള്ളൊരു ഫീലിങ്സ് എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞ് ഒരു 3 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. കല്യാണം വെച്ചിട്ട്. അപ്പോൾ ഗൈസ് കല്യാണം കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ആക്കാണ്. പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ബായ്.